പിൻവലിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെയും UDF-ന്റെയും സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും നേതാക്കന്മാർ നിരവധി തവണയാണ് ബന്ധപ്പെട്ടത്. അവരെ ഒന്നും മറക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട AICC-യുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP നിരവധി തവണ അദ്ദേഹം ഫോണിൽ വിളിച്ചു സംസാരിക്കുകയും പിൻവലിക്കുന്നതിന്റെ കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹവും നിരവധി തവണ വിളിച്ചു. പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹം എന്നിൽ സമ്മർദ്ദം ചെലുത്തിയത്. അതുപോലെ തന്നെ കേരളത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി പലതവണ വിളിച്ച് ആവശ്യപ്പെട്ടു. ഇന്ന് ദീപാദാസ് മുൻഷി വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇടുക്കിയിൽ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് വരാൻ പറ്റാത്ത അടുത്ത ദിവസം തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ഡീൻ കുര്യാക്കോസ് MP ഇവിടെ ഞാൻ പാർലമെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുമ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് എന്നോടൊപ്പം ഞങ്ങൾ ഒന്നിച്ച് 7 വർഷക്കാലം പ്രവർത്തിച്ചാണ്. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ശ്രീ PC വിഷ്ണുനാഥ് MLA അദ്ദേഹം ബന്ധപ്പെട്ടു. പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിൽ MP അദ്ദേഹം ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ UDF-ന്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ മോൻസി ജോസഫ് MLA അദ്ദേഹം ബന്ധപ്പെട്ടു. പ്രിയങ്കരനായിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറി കുട്ടനാട് ചുമതല വഹിക്കുന്ന ശ്രീ കറ്റാനം ഷാജി അദ്ദേഹം നിരവധി തവണ ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ നേതാക്കന്മാർ, അതുപോലെ തന്നെ കുട്ടനാട്ടിലെ സാധാരണ പ്രവർത്തകർ, അവരോടെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയും. എപ്പോഴാണ് പത്രിക പിൻവലിക്കാൻ പോകുന്നത്? ഞാനോ അല്ലെങ്കിൽ ഏജന്റോ പോകും. ചീഫ് ഏജന്റായിട്ട് വെച്ചിരുന്ന ആളോ പോകും.